ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കാമേ. അതിനുവേണ്ടി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത കടലയാണ് ഇത്. ഒരു 3-4 വെള്ളം കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 ഫിസിൽ കേൾക്കാം. അപ്പോൾ അത് വെന്ത് കിട്ടും. എന്തായാലും 5-6 വിസിലൊക്കെ വേണ്ടി വരും നല്ല ഒന്ന് വെന്ത് കിട്ടാൻ. ആ സമയത്ത് കടല വേകുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അതിൻ്റെ ബാക്കി കൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സവാളയൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടി ഇടുകയാണേ. അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയ സാധനം: സവാള, ഒരു ചെറിയ തക്കാളി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് നല്ലപോലെ വഴറ്റി, ഇതെല്ലാം കൂടെ വഴറ്റി മസാലയൊക്കെ ചേർത്ത് എടുക്കാം. സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. സവാളയും പച്ചമുളകും ഇഞ്ചിയും നല്ല ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാം സവാള നമുക്ക്. പിന്നെ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഗൗരി പാർവതി വ്ലോഗ്സ്. ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ ചിക്കൻ മസാല. ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടികളായിട്ട്.
പൊടിയെല്ലാം വാടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വച്ചിരുന്നതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അതുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് വാടിയെടുക്കാം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പൊടിയെല്ലാം നല്ല വാടിയത് കൊണ്ട് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ കടല വേവിച്ചപ്പോൾ കടലയിലെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അധികം വെള്ളമായി പോകത്തില്ല. ഇതിപ്പം എൻ്റെ കുക്കർ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്ന പച്ചവെള്ളം. ഇനി ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കടലക്കറി ഉണ്ടല്ലോ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. തേങ്ങയും ഒരു 5-6 കുരുമുളകും കൂടെ ഇട്ടാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. പൊടികളെല്ലാം ഞാൻ ഉള്ളി വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊണ്ട് ഇതിൽ വേറെ പൊടികളായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. തേങ്ങയും കുരുമുളകും മാത്രം ഒന്ന് നല്ല പോലെ മൂപ്പിച്ചെടുക്കും. ഒരു ചെറിയ കപ്പ് തേങ്ങ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല. പിന്നെ കടല കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തി ചെയ്യണം കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് മഴ നനഞ്ഞായിരുന്നു ഗൈസ്. അപ്പം ചെറിയ കോൾഡൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ല മഷി രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാമേ. അതുപോലെ ഞാൻ കടല വേവിക്കാൻ വെച്ചപ്പോഴേ കുറച്ച് കടല, വേവിച്ച കടലയെന്ന് കുറച്ച് കടല, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കടല എടുത്ത് അതും കൂടെ ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കടലക്കറി ഇത്തിരി ഒന്ന് കുറുകിയതായിട്ട് കിട്ടും. ഇത്രയും കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് തണുക്കുന്ന സമയത്ത് അതും അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇത്തിരി ഒന്ന് നല്ല കട്ടിക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിപ്പം ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ, അതും കടലയിലെ വെള്ളം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ വറുത്ത തേങ്ങയും കൂടെ അരയ്ക്കുന്നതാണ്. അതിലിത്തിരി വെള്ളം കൂടിപ്പോൾ ഇത്രയും വെള്ളം വേണമെന്നില്ല, അരച്ചെടുക്കാം. ഇത് കടല അരച്ചെടുത്തതാണ് പേസ്റ്റായിട്ട്. അപ്പോൾ അത് കടലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി, ഇത്തിരി കട്ടിയായിട്ട്. കടലക്കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ സഹായിക്കും. പിന്നെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും മസാലകളും എല്ലാം ഇട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ.
കടലക്കറിയിലെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. കടലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാമേ. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും, പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നൈസായിട്ട് വട്ടത്തിന് അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നല്ലപോലെ മൂക്കുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡി. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ. പിന്നെ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമേ. അതുവരെ ബൈ ഗൈസ്.